പ്രകൃതിയുടെ സൗന്ദര്യം അതിൻ്റെ തനിമയോടെ ആസ്വദിക്കാൻ തിരുവനന്തപുരത്തിൻ്റെ തെക്ക് മനോഹര ഗ്രാമമായ പൂവാർ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. നെയ്യാർ നദി അറബിക്കടലിൽ ലയിക്കുന്നതിന് മുമ്പ് ശാന്തമായി ഒഴുകി പരന്ന് രൂപപ്പെട്ടതാണ് ഈ കായൽ തുരുത്തുകൾ. നമ്മുടെ യാത്ര ഇതാ പൂവാറിലെ ഒരു ബോട്ട് ജെട്ടിയിൽ നിന്ന് ഉടൻ തന്നെ ആരംഭിക്കാം. നമ്മുടെ ഫൈബർ ബോട്ട് തയ്യാറായി കഴിഞ്ഞു. പക്ഷേ സുരക്ഷാ ജാക്കറ്റുകൾ ധരിക്കാൻ വിട്ടുപോകരുത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ശബ്ദം സഞ്ചാരികളുടെ മനസ്സിൽ ഒരു സംഗീതം പോലെ അലയടിക്കുന്നുണ്ട്. ബോട്ട് മെല്ലെ മുന്നോട്ട് നീങ്ങുമ്പോൾ നെയ്യാറിന്റെ ഇരുകരകളിലുമുള്ള ജീവിതം നമുക്ക് ദൃശ്യമാവും. പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കണ്ടൽ മരങ്ങൾ ഇരുകരയിലും പച്ചപ്പിന്റെ ഒരു വലിയ മതിൽ പോലെ. ഈ ഭാഗത്ത് നദിക്ക് വീതി വളരെ കുറവാണ്. കണ്ടൽ മരങ്ങളുടെ വേരുകൾ വെള്ളത്തിനടിയിൽ ഒരു കവചം പോലെ കരയെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. നിരവധി ജീവികളുടെയും ആവാസ കേന്ദ്രമാണിത്. നമ്മൾ കണ്ടൽ കാളുകൾക്കിടയിലും രൂപപ്പെട്ട ഒരു പച്ച തുരുത്തിലാണ്. സൂര്യരശ്മികൾ പോലും താഴെ എത്താതെ മരച്ചില്ലകൾ തലക്കുമുകളിൽ ഒരു കൂടാരം പോലെ വളഞ്ഞു നിൽപ്പുണ്ട്. പുറം ലോകത്തു നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ടതുപോലുള്ള അനുഭൂതി. എഞ്ചിന്റെ ശബ്ദവും പക്ഷികളുടെ കളകൂജനവും മാത്രം. നല്ല മഴയുള്ള സമയമായതിനാൽ നദീജലം അല്പം കലങ്ങിയിട്ടുണ്ട്. ചില കൈവഴികളിൽ പ്രവേശിക്കുമ്പോഴാണ് വിസ്മയകരമായ ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ ജലപാത ഒരു തിരക്കേറിയ രാജവീഥി പോലെ ആയിട്ടുണ്ട്. എന്നാൽ ഹോണുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. ഓരോ വളവ് തിരിയുമ്പോഴും കണ്ടൽക്കാടുകളുടെ പച്ചപ്പിനിടയിൽ നിന്ന് ഒരു പുതിയ ബോട്ട് നമ്മുടെ മുന്നിലേക്ക് ഒഴുകി വരുന്നത് കാണാം. പല നിറങ്ങളിലുമുള്ള മേൽക്കൂരകളുള്ള ഫൈബർ ബോട്ടുകൾ. ഇവ വർണ്ണ മത്സ്യങ്ങളെപ്പോലെ ജലാശയത്തിൽ അനായാസം വിഹരിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന യാത്രികർ ചിലർ പരിചിതരല്ലെങ്കിലും നമ്മളോട് കൈവീശി കാണിക്കുന്നുണ്ട്. പ്രകൃതിയുടെ നിഗൂഢമായ ഈ നിശബ്ദതയിൽ മൊട്ടിടുന്ന ഒരു സൗഹൃദം. പൂവാർ എന്ന പേര് കേൾക്കുമ്പോൾ അതൊരു സ്ഥലത്തിന്റെ പേരാണെങ്കിലും അതൊരു ദ്വീപ സമൂഹമാണ്. നെയ്യാർ പുഴ കടലിൽ ചേരുന്നതിന് മുൻപ് പല കൈവഴികളായി പിരിഞ്ഞ് രൂപം കൊണ്ട ചെറുതും വലുതുമായ തുരുത്തുകൾ. ബോട്ട് മാർഗം വഴി മാത്രമേ ഈ ദ്വീപുകളിൽ എത്തിച്ചേരാനാവൂ. പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു യഥാർത്ഥ സ്വർഗമാണിത്. ഒറ്റപ്പെട്ട ജീവിത ശൈലി കാരണം ഇവിടുത്തെ സംസ്കാരത്തിനും ചില പ്രത്യേകതകളുണ്ട്. പുറം ലോകത്തിന്റെ കൃത്രിമത്വങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഈ ദ്വീപുകൾ വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി പ്രകൃതി സ്നേഹികൾക്ക് ഒരു പഠന കേന്ദ്രം കൂടിയാണ്. ഈ ദ്വീപുകളുടെ പരിസ്ഥിതി ലോല സ്വഭാവം പരിഗണിച്ച് അവയുടെ തനിമയെ സംരക്ഷിക്കേണ്ടതുണ്ട്. പൂവാർ ഐലൻഡുകളുടെ ജീവിതം വളരെ ലളിതമാണ്. പ്രധാനമായും മത്സ്യബന്ധനത്തെ ആശ്രയിച്ചാണ് ആളുകൾ ജീവിക്കുന്നത്. പിന്നെ ടൂറിസവും. കുട്ടികൾ സ്കൂളുകളിലും ആളുകൾ ആശുപത്രി, മാർക്കറ്റ് തുടങ്ങിയിടങ്ങളിലെല്ലാം പോകുന്നത് ഈ ജലപാതയെ ആശ്രയിച്ചാണ്. അതിനാൽ ഓരോ വീട്ടിലും ഒരു ചെറിയ വള്ളമെങ്കിലും കാണും. ബോട്ട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നാട്ടുകാർ മിക്കവരും ബോട്ട് ജീവനക്കാരും റിസോർട്ട് ജീവനക്കാരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. അവർ സ്വന്തം വീടുപോലെ ഓരോ ബോട്ടിനെയും പരിപാലിക്കുന്നുണ്ട്. കായൽ പരപ്പിൽ തലങ്ങും വിലങ്ങും പായുന്ന ഓരോ ബോട്ടിനു പിന്നിലും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുണ്ട്. അതിനിടെ നമ്മുടെ ബോട്ടിന്റെ സാരഥിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ലിറ്റിൻ. ബോബ് മാർലിയുടെ തനിച്ഛായയുള്ള ഇയാളിനെ മറ്റു ബോട്ടുകളിൽ നിന്നും യാത്രക്കാർ ആരാധനയോടെ നോക്കുന്നുണ്ട്. പൂവാർ സ്വദേശി തന്നെയായ ഈ യുവാവ് ബോട്ട് നിയന്ത്രണത്തിലെന്നല്ല, ഈ ഭൂപ്രകൃതിയുടെ മുഴുവൻ വിവരണങ്ങളും നമുക്ക് നൽകുന്നതിലും സമർത്ഥനാണ്. ചില ബോട്ടുകൾ നമ്മളെ മറികടന്ന് മുന്നോട്ട് കുതിക്കുന്നുണ്ട്. അവ തീർക്കുന്ന ഓളങ്ങളിൽ നമ്മുടെ ബോട്ട് ചെറുതായി ഒന്നുലയുന്നു. ചില ബോട്ടുകൾ നദിക്കരയിൽ നിർത്തിയിട്ട് കണ്ടൽ വനങ്ങളുടെ ഭംഗി ആസ്വദിക്കുകയാണ്. കുരിശു സ്ഥാപിച്ചിരിക്കുന്ന ഈ തുരുത്തിനപ്പുറം കടലാണ്.
അഴിമുഖത്തേക്ക് അടുക്കും തോറും ബോട്ടിന്റെ വേഗത കുറയും. കടലിൽ നിന്ന് ശക്തമായ തിരമാലകൾ നദിയിലേക്ക് എത്തിച്ചേരുന്നതിന്റെ പ്രവാഹത്തിൽ ബോട്ട് ചെറുതായി ആടി ഉലയുന്നുണ്ട്. ഈ സംഗമസ്ഥാനം ബോട്ടുകളുടെ സമ്മേളന കേന്ദ്രം കൂടിയാണ്. ബോട്ടുകളുടെ എഞ്ചിൻ ശബ്ദം, കടലിന്റെ ഇരമ്പൽ, കാറ്റിന്റെ ചൂളമടി, പക്ഷികളുടെ കളകളാരവം എല്ലാം ചേർന്നൊരുങ്ങുന്ന ഒരു മനോഹരമായ സിംഫണി. യാത്രയുടെ ഓരോ നിമിഷവും മനോഹരമാക്കി തീർക്കുന്നത് ഒരു കൂട്ടം മനുഷ്യരാണ്. ബോട്ട് ജീവനക്കാർ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ നീളുന്നു ആ നിര. അവരുടെ ജീവിതവും ഈ പുഴയിലെ ഓളങ്ങളെപ്പോലെ ചിലപ്പോൾ ശാന്തവും ചിലപ്പോൾ പ്രക്ഷുബ്ധവുമായിരിക്കാം. നമ്മുടെ യാത്രയിലെ ഏറ്റവും കൗതുകമുണർത്തുന്നതും സ്വപ്നതുല്യവുമായ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നെയ്യാർ നദിയിലെ ഒഴുകുന്ന റിസോർട്ടുകൾ അഥവാ ഫ്ലോട്ടിംഗ് കോട്ടേജുകൾ. ഇവിടെ താമസിക്കുന്നവർ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് ശാന്തമായ ഒരു കായലിലേക്കായിരിക്കും. കോട്ടേജിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് കടൽക്കാറ്റേറ്റ് ഒരു ചുടുചായ കുടിക്കാം. ഈ റിസോർട്ടുകൾ വെള്ളത്തിൽ അങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യയുടെ മനോഹാരിത ഈ കോട്ടേജുകളിൽ കാണാം. മുളയും തടിയും ഉപയോഗിച്ചാണ് ഇതിന്റെ ചുമരുകൾ തീർത്തിരിക്കുന്നത്. രാത്രിയിൽ ഈ റിസോർട്ടുകളിൽ വിളക്കുകൾ തെളിയുമ്പോൾ കായലിന്റെ കറുത്ത കാൻവാസിൽ തൂക്കിയിട്ട സ്വർണ്ണ റാന്തലുകൾ പോലെ അവ തിളങ്ങി നിൽക്കും. ഓരോ തിരയിളക്കത്തിലും ചെറുതായി ആടിയുലയുന്ന ഈ കോട്ടേജുകളിലെ താമസം ഒരു ഹൗസ് ബോട്ടിന്റെ അനുഭവം നൽകുമെങ്കിലും അതിനേക്കാൾ സ്വകാര്യതയും സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഓരോ റിസോർട്ടിന്റെയും വരാന്തകളിൽ വിശ്രമിക്കുന്ന സഞ്ചാരികളെ കാണാം. അവർക്ക് യാത്ര ചെയ്യാനായി ചെറിയ ബോട്ടുകൾ യാർഡിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. വിദേശികളായ യാത്രക്കാർ കൂടുതലും ഇത്തരം ഒഴുകുന്ന കുടിലുകളിൽ വന്ന് താമസിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. നീന്താൻ അറിയുന്നവർക്ക് ഒന്ന് നീന്തി തുടിച്ച് തിരിച്ച് റിസോർട്ടിൽ തന്നെ കയറാം. മീൻപിടുത്തം വിനോദമായവർക്കും ഇവിടെ ഇരുന്ന് നല്ല കായൽ കരിമീനുകൾ പിടിച്ച് ഭക്ഷിക്കാം. ഈ കാണുന്നത് ഒരു റിസോർട്ടല്ല, പക്ഷേ അത് കായലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ്. ഓളങ്ങളുടെ താളത്തിനൊപ്പം ഹോട്ടൽ മെല്ലെ ആടി ഉലയുന്നുണ്ട്. ഈ ചലനങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സഞ്ചാരികളെ ഒട്ടൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. ബോട്ട് ഇപ്പോൾ ഒരു മണൽത്തിട്ടയോട് ചേർന്ന് നദി കടലുമായി ചേരുന്ന അഴിമുഖത്തേക്ക് അടുക്കുകയാണ്. രണ്ടും രണ്ട് ഭാവങ്ങൾ, ഒന്ന് ശാന്തം, മറ്റേത് രൗദ്രം. നമുക്ക് ബോട്ടിൽ നിന്നിറങ്ങി ആ സ്വർണ്ണ മണലിൽ അല്പനേരം വിശ്രമിക്കാം. ഒരു വശത്ത് കടൽ, പിന്നിൽ കായൽ. ഈ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. നദിയുടെയും കടലിന്റെയും ഈ അപൂർവ സംഗമത്തിന്റെ ഓർമ്മകളുമായി നമുക്ക് മടക്കയാത്ര തുടങ്ങാം. കാടുകളും നദിയും കടലും ആധുനിക റിസോർട്ടുകളും കടൽക്കരയുടെ സ്വർണ്ണശോഭയും നിറഞ്ഞ ഏതാനും മണിക്കൂറുകൾ. ഈ വിസ്മയങ്ങൾ കണ്ട് മടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും ശുദ്ധവുമായിരിക്കും.